ചികിത്സ തേടിയെത്തിയവരെയും അഭയാർത്ഥികളെയും കൊന്നൊടുക്കിയതിനു പുറമെ ഗസയിലെ അൽഷിഫ ആശുപത്രിയെ പൂർണ്ണമായും തകർത്താണ് ഇസ്രായേൽ സേന മടങ്ങിയത്. 2 ആഴ്ച നീണ്ട നരനായാട്ടിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നതും അഭയാർത്ഥികളുമായ 200ഓളം പേരെ സേന കൊലപ്പെടുത്തി. 100 കണക്കിന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. ആശുപത്രിയെ പൂർണ്ണമായും തകർത്തു കളഞ്ഞ ഇസ്രായേൽ സേന സമാനതകളില്ലാത്ത ക്രൂരതയാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കുട്ടികളോടും സ്ത്രീകളോടും ചെയ്തത്. കെട്ടിടങ്ങളും ആശുപത്രിക്കുള്ളിലെ സൗകര്യങ്ങളുമെല്ലാം തകർത്തതോടെ ശ്മശാനത്തിന് സമാനമായി മാറി അൽഷിഫ. ഗസയിൽ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ 4ാം തവണയാണ് അൽഷിഫ ആശുപത്രിക്കെതിരെ ഇസ്രായേൽ സേന അക്രമം അഴിച്ചുവിട്ടത്. വലിയ കെട്ടിടങ്ങൾ നിന്നിടങ്ങളെല്ലാം ഇപ്പോൾ വെറും കോൺക്രീറ്റ് കൂനകളായി മാറിയിരിക്കുന്നു. അഭയാർത്ഥികളെയും പരിക്കേറ്റവരെയും ഇസ്രായേൽ കൊന്നുകളഞ്ഞു. ഇസ്രായേൽ ക്രൂരത ലോകത്തിനു മുന്നിൽ വെളിപ്പെടാൻ അൽഷിഫയിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളും വാർത്തകളും മാത്രം മതിയാകും. എങ്കിലും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ലോകം. അൽഷിഫ എന്ന ആതുരാലയം തകർക്കുക എന്നത് ഇസ്രായേലിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായിരുന്നു. ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേൽ സേന സ്ത്രീകളെയും നവജാത ശിശുക്കളെ അടക്കം കൊന്നു തള്ളിയാണ് കൂട്ടക്കുരുതിക്ക് തുടക്കം കുറിച്ചത്. ആശുപത്രിക്കുള്ളിൽ ദിവസങ്ങളോളം തങ്ങിയ സേന നടത്തിയത് ക്രൂരമായ അരുംകൊലകൾ. ഇതിനൊപ്പം ആരോഗ്യ പ്രവർത്തകരെയും സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചികിത്സ തേടിയെത്തിയവരെയും അഭയം പ്രാപിച്ചവരുമായ 100 കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയായിരുന്നു അൽഷിഫ ആശുപത്രി. ആശുപത്രിക്ക് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ ഇരട്ടിയിലേറെ ആളുകളാണ് അവിടെ തിങ്ങിപ്പാർത്തിരുന്നത്. പരിക്കേറ്റവർക്കും വീടുകൾ നഷ്ടമായവർക്കും അനാഥരായവർക്കും ഒരിടം കൂടിയായിരുന്നു അത്. സാധാരണക്കാരുടെ ആശ്രയമായ ആശുപത്രി മാത്രമല്ല, ആശുപത്രി പരിസരങ്ങളും ഇസ്രായേൽ സേന തകർത്തു. ചികിത്സയും ഭക്ഷണവും ലഭിക്കാതെ രോഗികളായും അഭയാർത്ഥികളായും ആശുപത്രിയിലെത്തിയ ജനതയ്ക്ക് നേരെയാണ് ഇസ്രായേൽ സേന ക്രൂരമായ അതിക്രമം അഴിച്ചുവിട്ടത്. ആ ക്രൂരത ലോകമറിഞ്ഞത് സൈന്യം പിന്മാറിയതിന് പിന്നാലെയാണ്. പ്രിയപ്പെട്ടവരെ തിരഞ്ഞെത്തിയവരും രക്ഷാപ്രവർത്തകരും ഇസ്രായേൽ സേനയുടെ ക്രൂരത കണ്ട് വിറങ്ങലിച്ചു പോയി. ക്രൂരമായി മുറിവേറ്റാണ് മിക്കവരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ്. പരിക്കേറ്റ പലർക്കും ആവശ്യമായ വൈദ്യപരിചരണവും മരുന്നുകളും നൽകാനാകുന്നില്ല. ഡയപ്പർ, യൂറിൻ ബാഗുകൾ എന്നിവയുടെ ലഭ്യതക്കുറവ് മുതൽ ആവശ്യമായ വെള്ളം പോലും ആശുപത്രിയിലില്ല. ഭക്ഷണവും വെള്ളവും വളരെ പരിമിതമാണ്. മറ്റൊരു ദുരന്തമുഖത്താണ് ഗസ. ആശുപത്രിയിലെ സംവിധാനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. മരുന്നുകളും മറ്റും ഉപയോഗശൂന്യമാക്കിയിരിക്കുകയാണ്. ആശുപത്രിക്ക് സമീപമുള്ള താൽക്കാലിക ഖബറിടങ്ങൾ പോലും തകർത്തു കളഞ്ഞു. ഖബറടക്കിയ മൃതദേഹങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇതിനൊപ്പം ആശുപത്രിയിൽ രാപ്പകൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ആരോഗ്യ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സേന പലരെയും പിടിച്ചുകൊണ്ടുപോയതായി ഫലസ്തീൻ റെഡ് ക്രസന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ക്രൂരതകൾ പുറം ലോകത്തെത്തിച്ചിരുന്ന അൽ ജസീറ ലേഖകൻ ഇസ്മയിൽ അൽ ഗൗലിനെയും സേന തടവിലാക്കിയിരുന്നു. ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത ശേഷം വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇദ്ദേഹത്തെ വിട്ടയച്ചത്. യുദ്ധത്തിൽ മാരകമായി പരിക്കേറ്റവർക്ക് താരതമ്യേന മികച്ച ചികിത്സ നൽകാനുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അൽഷിഫ ആശുപത്രി. ഒക്ടോബർ 7-ന് തുടങ്ങിയ ഇസ്രായേൽ നരനായാട്ടിൽ കൊല്ലപ്പെട്ടവരുടെ ശവപ്പറമ്പായി അൽഷിഫ നിരവധി തവണ മാറിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ അൽഷിഫ സെമിത്തേരിക്ക് സമാനമായി മാറിയെന്ന് കഴിഞ്ഞ നവംബറിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലോകാരോഗ്യ സംഘടനയായിരുന്നു. അതേസമയം അൽഷിഫ പക്ഷേ ഇസ്രായേലിന് ഹമാസിന്റെ താവളമാണ്. അങ്ങനെ ഒരു നുണ വേണമായിരുന്നു മുറിവേറ്റവരെയും കുട്ടികളെയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ആശുപത്രിക്ക് നേരെ ബോംബാക്രമണം നടത്താൻ. ഗസയിൽ ഇനി എന്നാണ് ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി കെട്ടിപ്പൊക്കുക എന്നാണ് ഫലസ്തീനികളുടെ ചോദ്യം. ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരെയും മുറിവേറ്റവരെയും അൽ അഹ്ലി ആശുപത്രിയിലാക്കിയെങ്കിലും 100ഓളം പേരെ ഒരു കെട്ടിടത്തിലേക്കാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. പരിക്കേറ്റ പലരും ചികിത്സയും മരുന്നുമില്ലാതെ മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.